മിനിറ്റ്. അനിയൻകുട്ടാ, എസ് ഐ അവിടെ വന്നാ? എസ് ഐ വീടിന്റെ അവിടെ വന്ന് കിടന്ന് കറങ്ങണമെന്ന്. അയ്യോ എനിക്കറിഞ്ഞോളിയാ, ഇങ്ങോട്ടെങ്ങാനും കേറി വരുവോ? എടാ അതോ വരണമെങ്കിൽ വരട്ടടാ, ഇത് നമ്മളെ നാടാണ്. നീ എന്റെ കൂട്ടുകാരനാ, ഞാൻ രക്ഷിക്കോടാ നിന്നെ. അത് മതിയില്ല. പക്ഷെ വേറൊരു കാര്യം, പുള്ളി വന്ന ഞാൻ പറയണ ഐഡിയ നീ അങ്ങ് പ്രയോഗിക്കുവോ? എന്താ ഐഡിയ? അതൊക്കെ ഓക്കെ, പക്ഷെ നീല കണ്ണല്ല ചോപ്പ് കണ്ണം വന്നിരുന്നാലും ഇന്നിവിടെ ഞാനടാ സ്റ്റാർ, ഞാൻ രക്ഷിക്കുന്നില്ല. മതിയടാ. വരൂല. എടാ വാടാ. വരൂല. എസ് ഐ ആണ് വിളിക്കണ. വാടാ. എടാ വരാൻ. പറഞ്ഞു സാറാണല്ലോ സാറേ വന്നത്. ആരെങ്കിലും ഒരാൾ വന്നാ പോരെ, നിനക്ക് പരാതി വല്ലതും ഉണ്ടാ? ഇല്ല. മാറടാ. മാറൂല. മാറടാ. എന്നെ കൊന്നിട്ടേ അവനെ തൊടാൻ പറ്റുള്ളൂ. എടാ മാറടാ. എന്നെ തൊട്ടിട്ടേ അവനെ തൊടാൻ പറ്റുള്ളൂ. തൊട്ട് പറ്റൂല. പറ്റൂല. അങ്ങോട്ട് മാറുന്നില്ല. അയ്യോ, എന്റെ കൂട്ടുകാരനെ കണ്ട പോലീസ് അടിച്ചു കൊന്നേ. നാട്ടുകാരെ ഓടി വരുവോ? എസ് ഐ താണ്ട് അടിച്ചു കൊന്നിട്ട്. ബോധം കെട്ടവനല്ല, താണ്ട് അടിച്ചു കൊന്നിട്ടേക്കുന്ന ഇവര് പൾസ് ഒന്നും ഇല്ല. താണ്ട് ചത്ത്. അവന്റെ വീട്ടിലറിയിച്ചാ. എടാ കൊലയാളി എവിടെ പോട്ടാ? എസ് ഐയോ? 5 മിനിറ്റ് മുമ്പ് പാവം എന്റെ കൂട്ടുകാരനെ അടിച്ചു കൊന്നിട്ട് സാറ് നോക്കിയ മൂക്കി കഴിച്ചു കണ്ടു ചത്ത്. എണീക്കടാ സാറേ. ഒന്നാമത് അവൻ 4 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നവനാണ് സാറേ. ഒരു ഈച്ച കടിച്ചാൽ പോലും അവൻ ചാവും. അവന്റെ ദേഹത്താണല്ലോ സാർ ഈ മാടടി അടിച്ചത്. ഇല്ല ഞാനയ്യോ ഫേസ്ബുക്കിൽ ലൈവ് ഇടണോ അതോ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞ ഞാൻ എന്തോ ഒന്നും ചെയ്യണ്ട. സാർ ഒന്ന് ഓർത്ത് നോക്കിയാണ്. ഇത് നാട്ടുകാരറിഞ്ഞ്, പത്രക്കാരറിഞ്ഞ്, അങ്ങനെ ഒരു കൊലയാളിയുടെ അച്ഛനും അമ്മയാണെന്ന് പറയുമ്പോൾ സാറിന്റെ അച്ഛനും അമ്മയാ. കൊലയാളിയുടെ അച്ഛനും അമ്മയാണെന്ന് അറിയുമ്പോ സാറിന്റെ അച്ഛനും അമ്മയും കയറി തൂങ്ങിച്ചാവുന്നു. ഒരു ഗതിക്കും പരഗതിക്കും ഇല്ലാതെ സാറിന്റെ ഭാര്യ ഏതേലും ഓട്ടോക്കാരനോട് ഒളിച്ചോടി പോകുന്നു. എന്റെ വീണ്ടായാലും ഓട്ടോ സ്റ്റാൻഡ് ഇല്ല. ഒരു ഓട്ടോക്കാരനെ വിടാനാണോ പ്ലാൻ? ഞാൻ വിട്ടോളാം. കെട്ടിക്കാൻ പ്രായമുള്ള 2 മക്കളുണ്ടാ എനിക്ക്. അതിനെ ഞാൻ കെട്ടിക്കോളാം. 2 ആൺമക്കളെ. 2 ആൺമക്കളാണ്. ഞാൻ കെട്ടിച്ചു വിട്ടോളാം. സാറേ പാപത്തിനെ അടിച്ചു കൊന്നല്ലോ. അടുത്ത മാസം എനിക്ക് പ്രൊമോഷൻ ഉണ്ടോ? പ്രൊമോഷൻ. ഒരുത്തനെ അടിച്ചു കൊന്നാ നിങ്ങളുടെ പ്രൊമോഷൻ കിട്ടുമോ? ഒരു കാര്യം ചെയ്യും, നിന്റെ പേരിലുള്ള എല്ലാ കേസും ഞാൻ അങ്ങ് മാറ്റിത്തരാം. ഈ കേസ് ഞാൻ ഏറ്റെടുത്തോ. ഡീലിംഗ് എന്ന് പറയുമ്പോൾ ഡീലിംഗ് ആയിരിക്കണം. യവനെ കൊണ്ട് നാട്ടിനും വീട്ടുകാർക്കൊന്നും ഒരു ഗുണവുമില്ല. സാറ് നാളെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടല്ലേ? അപ്പൊ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാറിന്റെ വീടിങ് തരുമോ? അത് രാഘവൻ സമ്മതിക്കൂല. അച്ഛനാണോ? അച്ഛനല്ല, വീട്ടിലെ മുതലാളി സമ്മതിക്കൂലെന്ന്. അല്ലെങ്കിൽ പൈസ വല്ലതും ഉണ്ടോ? ഒരു ഒരിതുമില്ല. ഇതിൽ കുറയൂല. 5 ഈ 5 ലക്ഷം രൂപ എവിടെ നിന്ന് എടുത്തു തരും? അത് ഞാൻ വീട്ടിൽ നിർത്തി തരും. വീട്ടിൽ എങ്ങനെ ഇരിക്കുന്ന പൈസ? എടാ ഇത് മണലൂറ്റ് മാഫിയല്ലേ, അവന്മാര് ഒപ്പിച്ചെടുത്തല്ലേ. മണലൂറ്റുന്ന ഭയങ്കര തെറ്റാണ്. അവന്മാർ കൂട്ടാമെങ്കിൽ അവന്മാരെ എനിക്ക് കൂറ്റാ. സത്യം പറഞ്ഞ യവനല്ല ചാവണ്ട, നീയാണ് ചാവണ്ടത്. കൊലയാളി ഒരുത്തനെ കൊന്നിട്ട്. സാറേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവനെ അപ്പുറത്ത് ഓടയിൽ വല്ലതും കൊണ്ട് തള്ളിക്കോളാം. സാർ ആരെങ്കിലും വരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയേ. നീന്തി കേറുവല്ലേ? സാറ് പിടിക്ക്, ഞാൻ ആരെങ്കിലും വരുന്നോ നോക്കാം. എടാ ഇവ എന്നെ കൊണ്ട് പൊങ്ങൂല. വാടാ സാർ ബുക്ക്, ഞാൻ ആരെങ്കിലും വരുന്നോ നോക്കാം. സാറേ പറഞ്ഞതുപോലെ വെയിറ്റ് കുറവാണ് കേട്ടോ. നല്ല വെയിറ്റ് കുറവാണ്. എടാ കാബാലിക, നീ ഒരുത്തനെ ആദ്യം അടിച്ചു കൊന്നിട്ട് ഇന്നിപ്പാണ് തുണിയും കൂടി വലിച്ചൂരിക്കൊണ്ട് പോകുന്നത്. നിനക്ക് എന്താ എന്തോ ചെയ്യുന്നു? ഇവനെ കൊണ്ട് കളയണം. ഒരു കാര്യം ചെയ്യാം, ഇവനെ പെട്രോൾ ഒഴിച്ചാൽ കത്തിക്കാം. അയ്യോ ഈ സമയത്ത് ആര് പോയി പെട്രോൾ മേടിക്കും? പെട്രോളിനൊക്കെ വിലയും കൂടുതലാണല്ലോ ദൈവമേ. ഒരു കാര്യം ചെയ്യാം, ഈ ഇരിക്കുന്ന മദ്യം എടുത്ത് നമുക്ക് അവനെ ഒഴിച്ച് കത്തിക്കാം. മദ്യോ? ദൈവമേ, അവൻ മൊത്തത്തിൽ തട്ടിക്കളഞ്ഞാ മതിയായിരുന്നു. സാറേ ഇത് വെച്ചാൽ കത്തും തോന്നുന്നില്ല. സാറേ കത്തോടാ, ഇതൊക്കെ സ്പിരിറ്റ് ജീവിക്കുന്ന ജീവികളല്ലേ, ഇവനെ കത്തിക്കോളും. അയ്യോ കത്തിക്കണ്ട സാറേ, പാവല്ലേ. ഒഴിക്കാം. സാറേ തീപ്പെട്ടിയില്ല. ജീപ്പിലുണ്ട്. എന്താ പോയി എടുത്തോണ്ട് വാ. എടാ പട്ടി, എടാ 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോ സ്വന്തം കൂട്ടുകാരനാ നീ. കത്തിക്കാൻ ഞാൻ സമ്മതിക്കുമോ? പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, 5 ലക്ഷം രൂപ എടുത്തു പപ്പാതി എടുത്തൂടെ? എന്തായാലും എന്നെ കത്തിക്കാൻ പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. നീ ധൈര്യമായിട്ട് കൊടുത്തു.
സംഭവം ഞാൻ നേരത്തെ മരിച്ചില്ല സാറേ. ഞാൻ മരിച്ച സങ്കടത്തിൽ ഇവനെ അറ്റാക്ക് ഒന്ന് മരിച്ചേ സാറേ. എടാ കഥ ഓക്കെ, തിരക്കഥയൊക്കെ, പക്ഷെ ക്യാരക്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ. സംഭവം ശരിയാണ്. പിന്നെ എന്ത് ചെയ്യാൻ സാറേ? നമുക്ക് ബാക്കി കഥ ആ. സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. നിങ്ങൾ കേറുന്നു ആ. അതോ ഞാൻ പിടിച്ച് കേട്ടണോ? ഞങ്ങൾ വരാം സാറേ. ഓവർ ആക്ടിങ് വേണ്ട. സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ? ആ ഇനി ചോദിക്കണ്ട. 2 പെഗ് കൂടി അടിച്ചിട്ടേ യുവതലമുറയുടെ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള അതിനെ കുറിച്ച് ഒരു ചർച്ച വെക്കണം. വേണം. ആ ഭയങ്കരമായിട്ടൊരു ചർച്ച വേണം. അത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എന്റെ സ്റ്റേഷനകത്ത് കുറെ യുവതലമുറയുണ്ട്. ഈ കഞ്ചാവ് കേസും മയക്കുമരുന്ന് കേസും ആയിട്ടുള്ള അവരെ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു ചർച്ച വേണം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.